ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബി അല്ലാഹു മതി. അല്ലാഹു അല്ലാതെ ഒരു ശക്തിയും ഒരു വ്യക്തിയും അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിക്കാൻ, അല്ലാഹുവോട് തേടേണ്ടത് തേടാൻ, അല്ലാഹുവിൽ നിന്ന് മോഹിക്കേണ്ടത് മോഹിക്കാൻ ഒരു വിശ്വാസിക്കും ഉണ്ടാകാനേ പാടുള്ളതല്ല. ആ പടപ്പുകൾ ഇനി ആരായാലും ശരി. വിശിഷ്യ തൗബയുടെ സമയം നമ്മളിവിടെ കേട്ടു, ദുആഇൻ്റെ സമയം, പശ്ചാത്താപം നടത്തുമ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ, അതേപോലെ തന്നെ ദുആയിരക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ എന്നാണ്. ഉദുഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇറക്കണം. വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, പടച്ചവൻ ഉത്തരം ചെയ്യും, ഞാൻ ചോദിച്ചത് പടച്ച റബ്ബ് എനിക്ക് അരുളും എന്ന ഉറപ്പിൽ ദൃഢവിശ്വാസത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇറക്കണേ എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പ്, കൽപ്പന. അങ്ങനെ ദുആ ഇറക്കണം. പടച്ചോൻ തരും, അല്ലാഹു കനിയും എന്ന ഉറപ്പിൽ ദുആ ഇറക്കാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഈ സൽവിചാരം ദുആഇൻ്റെ സന്ദർഭത്തിലൊക്കെ വിശിഷ്യ വിശ്വാസികൾക്കുണ്ടാകണം. നമ്മൾ പറഞ്ഞില്ലേ, തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഒരു സൽവിചാരമാണ് നിലനിർത്തേണ്ടത്.